ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDF അംഗം എത്താൻ വൈകി. സമയത്ത് എത്താത്തതിനാൽ വോട്ടെടുപ്പിന് പങ്കെടുക്കാനായില്ല. മഞ്ചേശ്വരം ഡിവിഷൻ അംഗം ഇർഫാന ഇഖ്ബാലിനാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത്. വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തതിനാൽ പ്രതിഷേധിച്ച ഇർഫാന ഇഖ്ബാൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ജോസഫ് തന്നെ ചേരുന്നുണ്ട്. ജോസഫ്, വീണ്ടും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തില് ഈ തർക്കങ്ങളും ചില പൊട്ടിത്തെറികളും നടക്കുകയാണ്. വോട്ടിങ്ങിന് വൈകി എത്തി, അതിനാൽ എന്തായാലും വോട്ടിംഗ് നിഷേധിക്കപ്പെട്ടു. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ ഇർഫാനയും നടത്തുന്നത്. നിലവിലിപ്പോൾ എങ്ങനെയായി അവിടുത്തെ വിവരങ്ങൾ ജോസഫ്? കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തു. ഈ പ്രസിഡന്റായി ഇപ്പോൾ നിയോഗിതനായിരിക്കുന്നത് കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച സാബു എബ്രഹാമാണ്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് ഈ നാടകീയ രംഗങ്ങൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ അരങ്ങേറിയത്. മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്ന ഇർഫാന ഇഖ്ബാലാണ് 3 മിനിറ്റ് വൈകി എത്തിയത്. ഈ 3 മിനിറ്റ് വൈകി എത്തിയതിനെ തുടർന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർ ഇത്തരത്തിൽ മുറി ലോക്ക് ചെയ്യുകയും തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ായിരുന്നു. ഈ 3 മിനിറ്റ് വൈകിയതിനെ തുടർന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജില്ലാ കളക്ടറെ വിളിച്ചുവെങ്കിലും ഇത്തരത്തിൽ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. ഈ വൈകി എത്തിയത് ഈ ചട്ടലംഘനമാണ് എന്നാണ് ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ വിളിച്ചിട്ട് പോലും ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ജില്ലാ കളക്ടർ തയ്യാറായില്ല എന്ന് ആരോപിച്ച് ജില്ലാ കളക്ടറുടെ ചേംബറിൽ UDF അംഗങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒടുവിൽ പോലും ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ അയവ് വരുത്താൻ ജില്ലാ കളക്ടർ തയ്യാറായില്ല. തനിക്ക് ലഭിക്കേണ്ട ന്യായമായ ഒരു അവകാശമാണ് നിഷേധിക്കപ്പെട്ടതെന്നാണ് ജില്ലാ മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്ന ഇർഫാന വ്യക്തമാക്കിയത്. പക്ഷേ ഇത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ UDF അംഗങ്ങളുടെ ഭാഗത്തുനിന്ന്, UDF മെമ്പറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് LDF കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ എത്തുക എന്നുള്ളത് അത് അത്യന്താപേക്ഷിതമായി ഒരു അംഗം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ഒരു 5 മിനിറ്റ് നേരത്തെ എത്താമായിരുന്നു. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തി അത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ആണ് ഈ ഇർഫാന സലീം എത്തിയതെന്നാണ് LDF നേതൃത്വം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇവർക്ക് വോട്ട് ചെയ്യാനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിലെ കക്ഷിനില 2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ LDFിനാണ് ഈ ഭരണം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ജനപ്രതിനിധിയെ ഈ പുറത്തു നിർത്തിയതുമായി ബന്ധപ്പെടുത്തി 2 തട്ടിലാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടവകാശം അത് നിഷേധിച്ചു എന്ന് ഒരു പക്ഷം ആരോപിക്കുമ്പോൾ ജനപ്രതിനിധി പാലിക്കേണ്ട ചട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു മര്യാദകൾ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന മറുപക്ഷവും ഉയർത്തിക്കാട്ടുന്നുണ്ട്. ജില്ലാ കളക്ടർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ചേംബറിലെത്തി UDF അംഗങ്ങൾ മുദ്രാവാക്യം ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി LDF നാമനിർദ്ദേശം ചെയ്ത കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്നുള്ള സാബു എബ്രഹാം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി നിയോഗിതനായി. രേണുക. ശരി ജോസഫ്, എന്തായാലും വ്യക്തമാണ്. ഇപ്പോൾ LDF അംഗമാണ് വിജയിച്ചിരിക്കുന്നത്, സാബു എബ്രഹാമാണ് വിജയിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDF അംഗം എത്താൻ വൈകി. സമയത്തിന് എത്താത്തതിനെ തുടർന്ന് വോട്ടെടുപ്പിൽ പങ്കെടുക്കാനായില്ല. 3 മിനിറ്റാണ് എന്തായാലും വൈകിയിരിക്കുന്നത്. മഞ്ചേശ്വരം ഡിവിഷൻ അംഗം ഇർഫാന ഇഖ്ബാലിനാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാനാവാത്തത്. എന്തായാലും ഇർഫാനയും കോൺഗ്രസ് നേതൃത്വവും ശക്തമായ രീതിയിൽ അവിടെ ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും കാര്യമായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വോട്ടെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്ന വരണാധികാരി 3 മിനിറ്റ് വൈകിയതിനെ തുടർന്ന് ഇർഫാനയെ വോട്ടിങ്ങിന് അനുവദിച്ചില്ല. തുടർന്ന് LDFിന്റെ വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ച ഇർഫാന ഇഖ്ബാൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് ജോസഫാണ്. നിയമസഭയിൽ പോലും നിയമസഭയിൽ റോഡ് പിന്നെ റോഡ് ക്ലോസ് ചെയ്യുന്ന വോട്ട് ചെയ്യുമ്പോൾ വോട്ടവകാശം കൊടുക്കണ്ടേ? വോട്ടിങ്ങിന്റെ സമയത്ത്